എന്റെ അമ്മോ ഒട്ടുക്കത്ത ക്യൂ. രാജാവിനെന്ത് ക്യൂ, വഴിയൊരുക്കടാ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. അതിനൊന്നും ഇല്ലേ. അപ്പം ചിപ്സ് ഒന്നും ഇവിടെ വേണ്ട, നീ സ്ഥലം കാലിയൊക്കെ എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഫുൾ ടൈം ബിസിയാ, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഹോട്ടാന്ന്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് കൂട്ടിയെന്ന് തോന്നുന്നു. അഖിൽമാരാർ വരുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയസാധ്യത എത്ര ഉണ്ട്? ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാ. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. അഖിൽമാരാർ ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയ ചേട്ടന് വീട്ടിൽ നോട്ടില്ല അഖിൽമാരാർക്ക്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ഇല്ലില്ല. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഞാൻ തെളിയിക്കാൻ വന്നത് ഇതല്ല, ഇത് കേട്ട് നോക്കാം. പൊട്ടും പൊട്ടും എഴുതി വെച്ചോ. അഖിൽമാരാർക്ക് വെല്ലുവിളിയായിട്ട് ആരാ വരിക? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. എന്ത് ക്വാളിറ്റി അവനുള്ളൂ, എന്ത് രാഷ്ട്രീയം ഉള്ളത്. വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. അതില്ല, ബിഗ് ബോസിൽ ഏതാണ്ട് കൺസ്യൂമേഴ്സ് കാണിക്കണ്ടായി, അത്രേ ഉള്ളൂ. അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ചേട്ടൻ നോട്ട് കൊടുക്കും? ഞാൻ വോട്ട് പോയില്ല. സന്തോഷം. അഖിൽമാരാർ നേരിട്ട് എന്ന് പറഞ്ഞാലും ചേട്ടൻ വോട്ട് ഇല്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ മൂത്തോക്കി പറയും. വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കേട്ട കുന്തത്തിനെ ആർക്കും. തൃക്കാക്കര മണ്ഡലത്തില് അഖിൽമാരാർ അറിയില്ല. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കി. അഖിൽമാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും. മനസ്സിലാക്കി കളഞ്ഞല്ല. അഖിൽമാരാർ ആരാ? അതാരാ? ഏത് തെണ്ടിയത്? നീ വിഷമിക്കണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ തനിച്ചു പോയി ഒന്ന് വിരട്ടി നോക്കാം. താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. എനിക്ക് മതിയായി. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.